ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ വിലാപയാത്ര, അന്ത്യാഭിവാദി യാത്ര 22 മണിക്കൂറോളം പിന്നിട്ടാണ് ജന്മനാട്ടിൽ എത്തിയത്. ഓർക്കുക, തലസ്ഥാനത്ത് നിന്ന് പുന്നപ്രയിലേക്ക് 151 കിലോമീറ്ററായിരുന്നു ദൂരം. സാധാരണ 3.5 മണിക്കൂർ കൊണ്ട് ബസ്സുകൾ ഓടിയെത്തുന്ന അകലം. പക്ഷേ ഹൃദയങ്ങളിലേക്ക് കൈമാറി മുറിയാത്ത മുദ്രാവാക്യങ്ങളുടെ ചിറകിൽ VS-നെ ജന്മനാട്ടിലെത്തിച്ചപ്പോഴേക്കും പുറപ്പെട്ടിട്ട് 22 മണിക്കൂർ പിന്നിട്ടിരുന്നു. ഇതാ പൂർണ്ണമായും ആ സ്ഫടിക പേടകത്തിൽ നിന്ന് VS-നെ പുറത്തെടുത്തിരിക്കുന്നു. പുന്നപ്രയുടെ ശ്വാസം, പുന്നപ്രയുടെ ഗന്ധം, പുന്നപ്രയുടെ ചോര വീണ മണ്ണിൻ്റെ ഗന്ധം. ഒരുപക്ഷേ ഇപ്പോൾ VS-ൻ്റെ ശരീരത്തിലേക്ക് പുന്നപ്രയുടെ ആകാശങ്ങളിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളികളിൽ ചിലതെങ്കിലും പതിക്കുന്നുണ്ടാവും. ജനിച്ച നാട്ടിലെ മഴയുടെ ഗന്ധം, ജനിച്ച നാട്ടിലെ മഴയുടെ കുളിർമ, ജനിച്ച നാട്ടിലെ വെയിലിൻ്റെ ഊഷ്മളത. ഒരു മൃതദേഹത്തിൻ്റെ ഭാഷയിൽ അത് പറയുന്നത് ഉചിതമല്ല, പക്ഷേ ഇവിടെ അത് ചേരും. VS എത്രത്തോളം പ്രത്യയശാസ്ത്രപരമായ കാർക്കശ്യങ്ങളിൽ നിൽക്കുമ്പോഴും ഒരു കുഞ്ഞരികിലെത്തിയാൽ ആ നിമിഷം മറ്റൊരാളായിട്ട് മാറുന്ന, അച്ചുമാമനായിട്ട് മാറിയിരുന്ന ആ മാറ്റം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വൈകാരികേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ സഫലമായ ഉദാഹരണമായിരുന്നു. അതുകൊണ്ടാണ് പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിലെ ആകാശങ്ങളിൽ നിന്ന് പെയ്യുന്ന ഈ മഴത്തുള്ളികൾ അദ്ദേഹത്തിൻ്റെ പട്ട് ചുവന്ന ചെമ്പട്ടുടുപ്പിച്ച ആ ശരീരത്തിലേക്ക് വീഴുന്ന മഴത്തുള്ളികൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവും എന്ന് പറയുന്നത് അതിവൈകാരികമാണെങ്കിലും അത് പറയുക എന്നതാണല്ലോ എല്ലാ പ്രത്യയശാസ്ത്ര ധാർഢ്യങ്ങൾക്കും അപ്പുറം നമ്മളെ വൈകാരികമായിട്ട് ചേർത്ത് നിർത്തുന്നത്. ചെങ്കടലിനു കീഴെ ഇന്ന് സമരസൂര്യൻ അസ്തമിക്കുന്നു, അല്ലെങ്കിൽ ചെഞ്ചുവപ്പ് നിറമണിഞ്ഞ ആകാശത്തിനു കീഴെ VS എന്ന സമരനായകൻ മടങ്ങുന്നു. അതീവ കാൽപ്പനികമായ ടാഗ് ലൈനുകളോടെയാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ എല്ലായിടത്തും മുൻകൂട്ടി നിശ്ചയിച്ച ചട്ടങ്ങളോട് കാണിക്കുന്ന ഒരു ലംഘനം, ആ ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്ത് കടക്കാൻ അദ്ദേഹം കാണിക്കുന്ന ആ വെമ്പൽ, അത് ഈ സംസ്കാരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലും അതേപോലെ ആയി എന്നുള്ളത് യാദൃശ്ചികമായിരിക്കാം. എങ്കിലും അതിനൊരു സൗന്ദര്യമുണ്ട്. ഈ ഒരു അവസരത്തിൽ പോലും ഇത്തരത്തിൽ ആ ചെഞ്ചുവപ്പ് നിറമണിഞ്ഞ ആകാശത്തിനു കീഴെ ചെങ്കൊടി പുതച്ച് കിടക്കുന്ന VS-ൻ്റെ ദൃശ്യങ്ങൾ മനസ്സിൽ കാണുമ്പോഴും അതിൽ നിന്നെല്ലാം വിഭിന്നമായി കനത്ത മഴയിലും അതിനേക്കാൾ കനത്ത ഇരുട്ടിലും അതിനേക്കാൾ എത്രയോ കനത്ത ജനസാഗരത്തിനിടയിലാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 3:30 മണിക്ക് നിശ്ചയിച്ച സംസ്കാരം അതിൽ നിന്ന് മണിക്കൂറുകൾ പിന്നിട്ട് 9 മണിയാകുമ്പോഴും നടന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹം എത്രമാത്രം ജനപ്രിയനായിരുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാകുന്നു. കാൽപ്പനികമായ മറ്റ് വാചകങ്ങളിലേക്കോ സാഹിത്യാത്മകമായ വിശേഷണങ്ങളിലേക്കോ കടക്കാതെ തന്നെ VS-ൻ്റെ സംസാര ശൈലി പോലെ തന്നെ ഏറ്റവും ലളിതമായി, ഏറ്റവും സാധാരണമായി പറയുകയാണെങ്കിൽ, കാത്തു നിൽക്കുന്ന ഓരോ മനുഷ്യരെയും, ആ ഓരോ മനുഷ്യരുടെയും തുടിപ്പുകളറിഞ്ഞ ആ മനുഷ്യൻ ഇതുവരെ എല്ലായിടത്തും ലംഘിച്ചിട്ടുള്ള നിയമങ്ങളും ചട്ടക്കൂടുകളും പോലെ തന്നെ അവസാന യാത്രയിലും അതേ രീതിയിൽ തന്നെ മടങ്ങുകയാണ്. ഇനി നമ്മൾക്ക് സംഭാഷണങ്ങൾ അവസാനിപ്പിക്കാം. നേരെ അവിടെയുള്ള ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് നമ്മളും അവിടെ പങ്കാളികളാവുന്നത് പോലെ ഇതാ